ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഈ നോമ്പ് കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ വേനൽക്കാലത്തൊക്കെ ഫ്രൂട്ട്സ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ കൂവപ്പൊടി നമ്മുടെ ഫുഡിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കൂവപ്പൊടി വെച്ചുള്ള റെസിപ്പികൾ ഈ വേനൽക്കാലത്ത് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഒത്തിരി ഗുണം ചെയ്യും. അത് ഹൃദ്രോഗത്തിനും മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് കൂവപ്പൊടി. ഇപ്പോൾ കൂവപ്പൊടി വെച്ചാണ് ഞാൻ ഇന്ന് ഈ ഷേക്ക് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കൂവപ്പൊടി ഒരു 5 ടേബിൾ സ്പൂണോളം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ അലിയിപ്പിച്ചെടുക്കണം. കൂവപ്പൊടി കുട്ടികൾക്ക് മാത്രമല്ല വലിയവരും കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ കട്ടയില്ലാതെ അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറുക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു സോസ് പാനിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂവപ്പൊടി കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ കുറുകി വരുന്നുണ്ട്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവേ. ഇപ്പം നമ്മുടെ കൂവപ്പൊടി കുറുകി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 5 ഈന്തപ്പഴവും 5 കാഷ്യൂനട്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഒരു പഴം കട്ട് ചെയ്തതും ഇത് നമ്മുടെ കൂവപ്പൊടി കുറുക്കിയതാണ്, അതങ്ങ് കട്ടയായിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്യാം. ഇനി കുറച്ച് ഐസ് ക്യൂബ്സും ആവശ്യത്തിന് പഞ്ചസാരയും 2 ഏലക്ക പൊട്ടിച്ചും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇനി കുറച്ച് പാല് കട്ടയാക്കിയതും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ തിക്നെസ്സിനനുസരിച്ച് വേണമെങ്കിൽ ഇനി പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയും ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പം എന്തായാലും ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ കൂവപ്പൊടി വെച്ചിട്ടുള്ള ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ കൂവപ്പൊടിയിൽ ധാരാളം അയണും കാൽസ്യവും മഗ്നീഷ്യവും പൊട്ടാസ്യവും വൈറ്റമിൻ ബി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുകയും ക്ഷീണം മാറ്റുകയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. ബൈ.